ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് വണ്ടല്ലൂർ സൂവിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. വണ്ടല്ലൂർ സൂ വളരെ വിശാലമായൊരു സൂ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 200 റുപ്പീസാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു ടിക്കറ്റിന് വരുന്നത്. ഉള്ളിലേക്ക് കയറി ഞങ്ങൾ ആദ്യമായി പോയത് ഡിയർ ആൻഡ് ലയൺ സഫാരിക്കാണ്. 150 റുപ്പീസാണ് ഇതിന് എക്സ്ട്രാ ആയിട്ട് ചാർജ് വരുന്നത്. ആദ്യമായിട്ട് മാനുകൾ മാത്രമുള്ള ഒരു ടെറിട്ടറിയിലാണ് നമ്മൾ കൊണ്ടുപോയത്. അവിടെ മാനുകൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കറങ്ങി നടക്കുന്നതെല്ലാം നമുക്ക് വണ്ടിയിലിരുന്ന് കാണാം. ഒരുപാട് വെറൈറ്റി മാനുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുള്ളവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾ പോയത് മാർച്ച് ടൈമിലായതുകൊണ്ട് തന്നെ വളരെ ചൂടും വെയിലും ഡ്രൈയും ആയിരുന്നു പൊതുവിൽ ക്ലൈമറ്റ്. ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള പൂക്കളുള്ള മരം മാത്രമാണ്. ഇനി നമ്മൾ ലൈനുള്ള ടെറിട്ടറിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. 2 ഡോറിനകത്താണ് ഈ ഒരു ഏരിയ വരുന്നത്. നമ്മളൊരു പെയർ ഓഫ് ലയനെ സ്പോട്ട് ചെയ്തിരുന്നു. ഈ ലൈൻസിനടുത്തായി കുറച്ചധികം നേരം തന്നെ വണ്ടി നിർത്തിയിട്ട് തന്നിരുന്നു. എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് ഇത്. ആദ്യമൊക്കെ പേടിച്ചിരുന്നെങ്കിലും ഈതനും ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു ഈ ലൈൻസിനെ കാണാൻ വേണ്ടിയിട്ട്. ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു സഫാരി അവസാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഉള്ളിൽ തന്നെ ഫുഡ് കിട്ടും. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾ സൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മിക്ക സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഡയറക്ഷൻ ബോർഡുകൾ കാണാനായിട്ട് പറ്റും. യു ആർ ഹിയർ എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ എവിടെയാണ് നിൽക്കുന്ന സ്പോട്ട് എന്നുള്ള ഒരു ആരോ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് പോകാൻ സാധിക്കും. നമ്മൾ ഏത് തരം മൃഗങ്ങളെയാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു റൂട്ടിലൂടെ മാപ്പ് നോക്കി നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഞങ്ങൾ കുറച്ച് മങ്കീസുള്ള സ്റ്റാർട്ടിങ് ഏരിയയിൽ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് ശേഷം ഞങ്ങൾ എലിഫൻസ് ഉള്ളൊരു ഏരിയയിലേക്കാണ് പോയത്. ഇത്ര ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന വേറൊന്നല്ല കേട്ടോ, ഈ കുഞ്ഞു ആനയുടെ കുളിസീന. അങ്ങനെ ആനേനെ കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം ഞങ്ങൾ സൈക്കിൾ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പം നമുക്ക് സൂവിൽ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൈക്കിൾസ് അവൈലബിൾ ആണ്. ഇലക്ട്രിക് സൈക്കിൾസും അവൈലബിൾ ആണ്. ഞങ്ങൾ ഒരു നോർമൽ സൈക്കിൾ വിത്ത് ഒരു പ്രാമാണ് എടുത്തത്. അതിന് 300 രൂപയാണ് അഡ്വാൻസ് എമൗണ്ട്. അത് നമ്മൾ സൈക്കിൾ തിരിച്ചേൽപ്പിക്കുമ്പോൾ നമുക്കത് റീഫണ്ട് ചെയ്തു തരും. അതല്ലാതെ 1 മണിക്കൂറിന് പ്രാം വിത്ത് സൈക്കിൾ ആണെങ്കിൽ ചാർജ് വരുന്നത് 150 രൂപയുടെ അടുത്തായിട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. പിള്ളേരും ആദ്യമായിട്ടാണ് സൈക്കിളിൽ കയറുന്നത്. പിന്നീട് ഞങ്ങൾ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് അപ്പയും അമ്മയും കൂടിയിട്ട് ഈ വണ്ടിയിൽ വരുന്നത്. അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും സൈക്കിൾ ഓടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടും അവർ ഈ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് ചൂസ് ചെയ്തത്. ഇതിന് 500 റുപ്പീസാണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും മാറി മാറി സൈക്കിൾ ചവിട്ടി ഓരോ കുട്ടികളെയായി പ്രാമിലും ബാക്കിലുമായിട്ട് വെച്ച് ഓടിച്ചുകൊണ്ടേയിരുന്നു. സൂ ആയിട്ട് എന്താ, ഇവിടെ ഈ മുതലയും ഫ്ലെമിംഗോയും കിളികളും മാത്രമുള്ളൂ എന്ന് വിചാരിക്കണ്ട. പുള്ളിപ്പുലിയും കടുവയും സിംഹവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും നമുക്ക് വേണ്ടുവോളം ആസ്വദിച്ച് കാണുകയും ചെയ്യാം. ഈ പുറന്തിരിക്കുന്ന കടുവച്ചാര് പിണങ്ങിയിരിക്കാൻ തോന്നുന്നു. എത്ര വിളിച്ചിട്ടും ആളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ആർക്കും വേണ്ടാത്ത പാവം ഒരു കഴുതയെ കാണുന്നുണ്ടോ നിങ്ങൾ? ഇനി മാനുകളാണെങ്കിൽ ഇവിടെ നിറയുണ്ട്. അവർ ഫ്രീ ആയിട്ടാണ് അവിടെ അലയുന്നത്. ഞാനൊരു ഇല എടുത്തൊരു മാനിന് കൊടുത്തു. അതിന് തിന്നാൻ നോക്കിയെങ്കിലും എന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്ത് ആരോ അവർക്ക് വേണ്ടി എന്തോ വാങ്ങിച്ച് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മാൻ പിന്നെ അത് കഴിക്കാൻ പോയി.
കുറേ ആനിമൽസിനെയൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു കേട്ടോ. 3 പിള്ളേരിൽ ഏതെങ്കിലും ഒരാൾ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്ന കാരണം ഞങ്ങൾ കുറേ ആനിമൽസിനെയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ വണ്ടലൂർ സൂ ട്രിപ്പ് കഴിയാറായി. അപ്പോൾ എല്ലാവരും മാറി മാറി സൈക്കിൾ ചവിട്ടി കൂലിയൊക്കെ തീർക്കാണ്. അങ്ങനെ ഞങ്ങൾ സൈക്കിളൊക്കെ റിട്ടേൺ ചെയ്ത് എവിടെയെങ്കിലും പോയാൽ പിന്നെ ഫാമിലി ഫോട്ടോ മസ്റ്റാണല്ലോ. കളറായിട്ട് ഒരു ഫോട്ടോയും എടുത്ത് അവിടെ നിന്ന് തിരിച്ചു.